ഫേസ്ബുക്കും ഇൻസ്റ്റയും ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. നോക്കിക്കോളാം എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അവരതൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരോ എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറേ പള്ളിക്കാരും അളിയനും. അപ്പോഴത്തേക്കും ഈ പള്ളിക്കാരും പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ വളരെയധികം കഷ്ടമായി പോയി. രേണുസുതി ഇപ്പൊ എന്താണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് ഗൈസ്. എനിക്കൊന്ന് കേരളത്തിൽ പോലും എത്തിപ്പെടാൻ പറ്റാണ്ട് ചിലപ്പം എന്താണ് ദുബായി വെച്ച് തന്നെ പുള്ളിക്കാരി ആത്മഹത്യ ചെയ്ത് കളയുമെന്നാണ് ഇപ്പൊ താരത്തിന്റെ ഒരു മറുപടിയുമായിട്ട് വന്നിരിക്കുന്നത്. വളരെയധികം ദയനീയമായി പോയി അവസ്ഥ. അപ്പം എന്താണ് നമുക്ക് ഇന്ന് താരം വെളിപ്പെടുത്തിയ ആ വെളിപ്പെടുത്തലുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നലെ താരപുത്രനായിട്ടുള്ള കിച്ചു ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു മനുഷ്യനാണെങ്കിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ, ആ കിച്ചു പറഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ, ആ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിലായ ഒരു വ്യക്തികളും ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയില്ല. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് രാവിലെ വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മെസ്സേജുകളാണ് എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുള്ളത്. അതില് സ്ത്രീകളാണ് അയച്ചിട്ടുള്ളത്. അത് ഏത് തരം വികാരമാണ് അവർക്ക് ഇപ്പോഴും വെട്ടം വരാത്ത ആളുകളുണ്ടോ എന്നാണ് എനിക്ക് സംശയം. അവരുടെ വഴിക്ക് വിട്ടുകൂടെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കുറെ ചീത്തയും പറഞ്ഞുകൊണ്ട്. നമ്മൾ ആരെയും പിടിച്ചു വെച്ച് കെട്ടി വെച്ചിട്ടൊന്നുമില്ല. അവരുടെ വഴിക്ക് പോകും. പിന്നെ ഈ വള്ളി എന്ന് പറഞ്ഞ കേസ് രേണുവായിട്ട് കൊണ്ടുവച്ച ഒരു സംഭവമാണ്, അല്ലാതെ നമ്മൾ ആരും കൊണ്ടുവച്ചല്ല. രേണുവാണ് ഒരു വീട് കൊടുത്തതും വസ്തു കൊടുത്തവരെയും തൊട്ട് തുടങ്ങി ഇന്ന് ഈ സിറ്റുവേഷനെ കൊണ്ട് എത്തിച്ചേക്കുന്നത്. ഇന്ന് കിച്ചു വാ തുറക്കത്തില്ലായിരുന്നു, പക്ഷെ കിച്ചു വാ തുറക്കാൻ കാരണം ഇവള് തന്നെയാണ്. പക്ഷെ അഴിഞ്ഞാട്ടം കുറച്ചിരുന്നെങ്കിൽ ഒരു മാർജിൻ ഉണ്ട് എല്ലാത്തിനും. ആ മാർജിനും ക്രോസ് ചെയ്ത് പോയപ്പോഴാണ് ആ കിച്ചുവിനെയും, അതായത് സുധിയെ വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. മാക്സിമം മാർക്കറ്റ് തലമുടി നാരി മുതൽ നഖം വരെ അതുവരെ മാക്സിമം മാർക്കറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് രേണുസുതി. ഇല്ല എന്ന് പറയരുത്. കാരണം ഒരു ഭാര്യയും ഇതുപോലെ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മുതലെടുക്കുന്നതും അതിന്റെ പേരിൽ ഇത്രയും വലിയ ഒരു അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ അതെന്തോ അസ്വാഭാവികമായിട്ട് എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ കിച്ചു പറഞ്ഞതിനകത്ത് കുറേ അധികം കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് ഈ സുധി മരിച്ച സമയത്ത് അവര് പള്ളിയിൽ കൊണ്ട് അടക്കാൻ ശ്രമിച്ചതും, അതിൽ അളിയൻ വാശി പിടിച്ചതും, രേണുവിന്റെ തന്തയായ തങ്കച്ചൻ പരനാറി എന്ന് തന്നെ പറയണം, പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ആ ഒരു 10, 17, 16 വയസ്സുള്ള ആ ചെറുക്കന്റെ അടുത്തോട്ട് ആ സമയത്ത് ആ ഒരു ബില്ലും കാര്യങ്ങളും കൊടുക്കും. 1,89,000 രൂപയുടെ ബില്ല് കൊണ്ട് കൊടുക്കുകയാണ്. ഇത് ഫ്ലവേഴ്സുകാരോട് പറഞ്ഞ് പേ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിലോട്ടൊക്കെ നമ്മൾ വരാം. അതൊരു ഫേക്ക് ആയിട്ടുള്ള ബില്ലാണ്. അപ്പൊ അതിനകത്തുനിന്ന് പൈസ അടിച്ചു മാറ്റാൻ ഉള്ള ഒരു പരിപാടി. അപ്പൊ ഇതൊക്കെ ഇന്നലെ അവനങ്ങ് വിളിച്ചു പറഞ്ഞു. അവന്റെ ലൈഫ് സ്റ്റോറിയിലൂടെ അവനങ്ങ് വിളിച്ചു പറഞ്ഞപ്പോ ഇവക്ക് എവിടെയൊക്കെ കൊണ്ടു പൊള്ളി. അപ്പൊ അതിനുള്ള ഒരു നാടകക്കരച്ചിലാണ് ഇപ്പം വന്നിട്ട് ഈ കാണിക്കുന്ന പരിപാടി. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം എന്താണെങ്കിലും രേണുസുതി ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞാണ് വന്നേക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് കൊടുക്കുക. പിന്നെ കമന്റ്, നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റിന് നിങ്ങൾ എന്താണ് എങ്ങനെ നിങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്കറിയാൻ വളരെയധികം താല്പര്യമുണ്ട്. വളരെയധികം വിലയേറിയ അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ കമന്റുകൾ വായിച്ചിട്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മറുപടി തരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഒരു ബോണ്ടിലാണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇവിടെ ഒരു കരച്ചിൽ വീഡിയോ ഉണ്ട്, നമുക്ക് കണ്ടു. വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി. ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റ് ഓളുകൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമുള്ളൂ നമുക്ക്. രേണുസുതി മാത്രമല്ല, നമ്മൾ വേറെ കോണ്ടന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നീ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കോണ്ടന്റ് ഇങ്ങനെ ഇട്ടിട്ട് തരികയല്ലേ. നീ അല്ലെങ്കിൽ എന്തിനാണ് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റയും തുറന്നു നോക്കുന്നത്? നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നീ ഒക്കെ റിയാക്ട് ചെയ്യടാ. രേണുസുതിക്ക് കള്ളി വള്ളി എന്നല്ലേ പറഞ്ഞു. ഇപ്പൊ എവിടെ പോയി നിന്റെ കള്ളിയും വള്ളി? ഇപ്പൊ കള്ളി വെളിച്ചത്തായോ? ഇപ്പൊ കള്ളി വള്ളി ഒന്നുമില്ല. ഇപ്പൊ കള്ളി വെളിച്ചത്തായപ്പോഴത്തേക്ക് അവള് അവിടെ 18ാമത്തെ ആയുധം എടുത്തുകൊണ്ട് വന്നേക്കുവാണ്. ഇതൊന്നും അല്ല രേണുസുതി, ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. കേക്കാം.
തുറക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നു രേണു, ഇങ്ങനെ കരയല്ലേ മുത്തേ, നീ ഇങ്ങനെ കരയരുതേ. നമുക്കും കൂടെ കരച്ചിൽ വരുന്നുണ്ട്. സത്യമാണ്, ഇന്നലെ കിച്ചുവിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. അവന്റെ അച്ഛൻ മരിച്ച് ആ സംഭവം പറയുന്ന സമയത്ത്, ആ ഒരു രംഗം കാണുന്ന സമയത്ത് അവൻ കരഞ്ഞപ്പോ ഞാൻ അറിയാണ്ട് എന്റെ കണ്ണും കൂടെ നിറഞ്ഞുപോയി. പക്ഷെ ഇവിടെ ഈ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. ഇവിടെ ചിരി, ആർട്ടിഫിഷ്യൽ കരച്ചിൽ. എന്താണ്, നന്നായിട്ടുണ്ട്. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഇന്ന്, ഒരു മേക്കപ്പ് ഇട്ടില്ല, ലിപ്സ്റ്റിക് മാത്രം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. കൊള്ളാം രേണു, നിന്റെ ഈ അടവുകൾ നന്നായിട്ടുണ്ട്. ഈ ഒരു അടവിന് ഇവക്ക് ഫലം കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഫലം കണ്ടതിന്റെ പരിണത ഫലമാണ് ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് എന്റെ ഇൻസ്റ്റാ മെസ്സേഞ്ചറായിട്ട് വന്നിരിക്കുന്ന കുറെ മെസ്സേജുകൾ സ്ത്രീകളാണ് അയച്ചിട്ടുള്ളത്. നിനക്കൊക്കെ തൃപ്തിയായില്ലേടി, നീ അവള് എന്താണ് മരിക്കുമ്പോ ശരിയാവും, അതാണ് മറ്റതാണ് മറിച്ചാണ്, ഏതാണ്ടോ നമ്മൾ എന്താണ്ടോ ചെയ്തേക്കുന്ന പോലെ ഇവൾ ഓരോരോ പേക്കൂത്തുകൾ വന്നിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് കാണിക്കുമ്പോൾ നമ്മളെടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കും. അല്ലാതെ ഈ വിഷയങ്ങളൊക്കെ നമ്മളെല്ലാം നേരത്തെ അറിഞ്ഞതാണ്. ഈ കിച്ചു വാ തുറക്കാൻ വേണ്ടി നോക്കിയിരുന്നാണ് നമ്മളെല്ലാവരും. കിച്ചു വാ തുറന്നപ്പോൾ നമ്മൾ അതേപടി എടുത്തേക്ക് കാണിച്ചു. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഇതൊക്കെ പറയാറുന്നല്ലോ, നിങ്ങളിലോട്ട് വിളിച്ച് പറയാറുന്നല്ലോ, നമ്മളെല്ലാം മിണ്ടാതിരുന്നാലേ. ഇനിയും ഉണ്ട് കാര്യങ്ങള്, നമ്മൾ മിണ്ടായിരിക്കാണ്. പക്ഷെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ച വ്യക്തി ആരാണ്? രേണുസുതി തന്നെയാണ്. രേണുവിന്റെ ഞാൻ പറയില്ല, ഒരു മാർജിൻ, ആ മാർജിനും ക്രോസ് ചെയ്ത് പോയപ്പോൾ രേണുവിനെ അടിക്കാനുള്ള വടി ആരാണ് ഇട്ട് കൊടുത്തത്? രേണു തന്നെ. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ കരഞ്ഞ് അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. മാന്യമായിട്ട് നിങ്ങൾക്ക് നടക്കാമായിരുന്നു. ശരിയാണ്, നിന്നെ ബാധിക്കണം. കാരണം എന്താണ്, ഇന്നലെ ചില കാര്യങ്ങൾ കിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ നിന്നെ തീർച്ചയായിട്ടും ബാധിക്കും രേണു. ഒന്നാമത്തെ കാര്യം, സുധി മരിക്കുന്നതിന്റെ ആ സമയത്ത് ആ കൊച്ചിന്റെ ഒരു പേരന്റ് നീയും കൂടെ ആയിരുന്നു അല്ലേ? ആ സുധി മരിച്ചതിന് ശേഷം ആ കുട്ടി നിന്നിരുന്നത് നിന്റെ കൂടെ ആയിരുന്നു, നിന്റെയും കുടുംബത്തിന്റെയും കൂടെ ആയിരുന്നു. അത് മാത്രമല്ല, ആ കുട്ടി പറഞ്ഞു വേറൊരു കാര്യമുണ്ട്. തന്റെ അച്ഛൻ മരിച്ച് ഖബറടക്കമെല്ലാം കഴിഞ്ഞ സമയത്ത് ഒരു ബില്ല് തങ്കച്ചൻ കൊണ്ട് കൊടുത്തു. അതുപോലെ തന്നെ നിന്റെ അളിയനേനും അവിടെ പരാമർശിക്കുന്നുണ്ട്. അളിയനാണ് ഫോൺ വാങ്ങിച്ചു വെച്ചു കിച്ചുന്റെ കയ്യിൽ നിന്ന്. കാരണം എന്തുകൊണ്ടാണ് ഇത് ഈ സുധിയേല് എവിടെ അടക്കണം? കൊല്ലത്തടക്കാൻ പാടില്ല, ഈ പള്ളി തന്നെ അടക്കണമെന്ന് എന്തുകൊണ്ട് അളിയൻ വാശി പിടിച്ചു എന്നുള്ള കാര്യത്തിൽ നീ നിന്റെ കുടുംബം സമാധാനം പറയണം. എന്തുകൊണ്ടാണ് 1,89,000 രൂപ, ഒരു 80,000 രൂപ അല്ലെങ്കിൽ ഒരു 1,00,000 താഴെ നിൽക്കേണ്ടിയിരുന്ന ബില്ല് എന്തുകൊണ്ട് ഒരു 80,000 രൂപ എക്സ്ട്രാ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ 1,00,000 രൂപ കൂടുതൽ ആഡ് ചെയ്ത് ആ കൊച്ചിന്റെ ആ ബില്ല് കൊണ്ട് കൊടുത്തു തങ്കച്ചൻ? അതൊക്കെ എങ്ങനെ തോന്നി? ആ കൊച്ചിന്റെ കയ്യിലാണ് കൊടുക്കേണ്ടത്. നിന്റെ ഭർത്താവല്ലേ സുധി അല്ലേ? അപ്പൊ സുധിയുടെ അമ്മായപ്പനല്ലേ തങ്കച്ചൻ? ആ തങ്കച്ചനും തങ്കച്ചന്റെ മരുമകനും മൂത്ത മരുമകൻ അല്ലേ, അവരും കൂടെ ചെയ്യേണ്ട കാര്യങ്ങള്, കൊല്ലം വീട്ടുകാരും കൂടെ ആലോചിച്ചിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങള്, ഒരു അച്ഛനും മരിച്ചു, അമ്മയും മരിച്ചു, കൈവിട്ട് നിൽക്കുന്ന, ഒന്നും ജീവിതത്തിന് എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് നിൽക്കുന്ന ഒരു 10-16 അല്ലെങ്കിൽ 17 വയസ്സുള്ള ഒരു കൊച്ചിന്റെ കയ്യിലൊക്കെ ഇതെല്ലാം കൊണ്ട് കൊടുക്കാൻ എങ്ങനെ ഉളുപ്പില്ലായ്മ, എങ്ങനെ തോന്നി നിങ്ങൾക്ക്? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കൊച്ചിന് കൊടുത്തിരുന്ന ട്രീറ്റ് എങ്ങനെയായിരുന്നു. നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഒരു കണ്ടന്റ് ആണ് രേണുസുതി. ഇവരൊക്കെ എന്തിനാണ് മുത്തേ നീ ഇങ്ങനെ കരയുന്നത്? നീ കരയരുത്, നീ ഒരിക്കലും കരയരുത്. നീ പടപൊരുതി നിൽക്കണം. നീ അപരാധം ഒന്നും കാണിച്ചിട്ടില്ല, നീ ഒട്ടും കാണിച്ചിട്ടില്ല എന്നാണോ നീ പറയുന്നത്? നീ കാണിച്ചേക്കുന്ന മൊത്തം അപരാധത്തരമാണ്, അപരാധത്തരമാണ് നീ കാണിച്ചിരിക്കുന്നത്. നീ ഒരു പഠിച്ച കള്ളിയാണ്. നീ ആ കിച്ചുവിനെ വിട്. നീ സ്വന്തം മകനെ നോക്കുന്നുണ്ടോ? സ്വന്തം മകനെ പോലും നോക്കുന്നില്ല. നീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുക. നീ അഴിഞ്ഞാടാതെ നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു, വാട്ടെവർ, നമുക്ക് ഒരു വിഷയമില്ല. അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. നീ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അത് കാണിച്ച് നമ്മൾ എന്താണ് എടുത്തു വെച്ച് പറയുന്നത്? ഈ പബ്ലിക്കിന്റെ മുന്നിലോട്ട് കൊണ്ടിടുന്ന ഈ നാടകങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എടുത്ത് അടിച്ച് കൈ തന്നോണ്ടിരുന്നത്. നാടകങ്ങൾ നീ കാണിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് ഫുള്ളും നീ ഒരു നാടകമാണ് ഇവിടെ മെനഞ്ഞ് കൂട്ടിയിരിക്കുന്നത്. ഈ നാടകം കാണുമ്പോൾ സത്യം അറിയാവുന്നവരെ നമ്മൾ ഉള്ളപ്പോഴത്തേക്ക് നമുക്കറിയാം, കുറേയധികം കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം നമ്മൾ വിചാരിക്കും, ഇവൾ ഇങ്ങനെ അങ്ങ് ഇതാകണ്ടല്ലോ, ഇത്രയും കള്ളത്തരം വെച്ചിട്ട് നീ ഇത്രയും ഇതാകണമെന്ന് വെച്ചിട്ട് നമ്മൾ അതെടുത്തിട്ട് അടിക്കും. അതിനൊപ്പം തന്നെ നീ ഇഷ്ടംപോലെ നമ്മളെ എൻകറേജ് ചെയ്ത് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെയാണ് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവിയിലും ഡാനിയും പിന്നെ അതുലിനായാലും അവന്മാരെല്ലാം നീ വിളിച്ചോണ്ടിരുന്നത്. അവന്മാര് പിള്ളേർ സെറ്റാണ്, അവന്മാരെ എടുത്തിട്ട് അടിക്കും. എന്നിട്ട് നീ ചുമ്മാ വന്നിട്ട് കരയുന്നു മെഴുകുന്നു, പിന്നെ കേസും കാര്യങ്ങളായിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ഈ കരച്ചിലും പരിപാടിയൊക്കെ നടക്കും. ആരെടുത്തെന്നറിയോ? കുറച്ച് അമ്മമാരുടെ അടുത്ത് നടക്കും, നമ്മളെടുത്ത് ചിലവാകത്തില്ല. അവള് മുതലക്കരച്ചിൽ പോയിട്ടിറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം. കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ
ബാക്കിലോട്ട് നിർത്തുവാണ്. ഓടിപ്പോയി ചെയ്യും, ഓടിപ്പോയി ചെയ്യും, അതായിരിക്കും നല്ലത്. എന്താണേലും രേണുസുതി ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവളെ പിടിച്ചു വലിക്കുന്ന കാര്യം എന്താണ്? പൈസ, പൈസ, ഈ ആർഭാട ജീവിതം, അതൊക്കെ പിന്നെ എന്താണ് ഈ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഹൈപ്പ്, അതൊക്കെ അവളെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. മോളെ ഒട്ടും ഒറിജിനാലിറ്റി തോന്നുന്നില്ല. ഈ കരച്ചിലിന് ഒരുപാട് എന്താ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നുന്നത്. ഒറിജിനാലിറ്റി ഇല്ല 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 ഇല്ല. നീ അഭിനയിക്ക് ഇനിയും പഠിച്ചിട്ടില്ല. ഒന്നും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് റീടേക്ക് എടുത്ത് നോക്കുക. ചിലപ്പോൾ 2-3 തവണ എടുക്കുമ്പോഴത്തേക്ക് ശരിയാവുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട ആളെന്ന് പറഞ്ഞാൽ രേണുസുതി അല്ല. എനിക്ക് തോന്നുന്നത് ഇതിനി ഈ കൊച്ചിന് ഇത് ഇവനുള്ള ഒരു ഇതാണ്. ഇത് കിച്ചുവിന് വേണ്ടിയിട്ടുള്ള ഒരു ഭീഷണിയാണ്. ഇവൻ ഇനി വാ തുറക്കരുത്, കിച്ചു ഇനി വാ തുറക്കരുത്. ഇനി അതിനു വേണ്ടിയിട്ടുള്ള ഇവിടെ അടുത്ത ഒരു അടവും കാര്യങ്ങളൊക്കെയാണ്. ഇത് നേരെ ഇവളിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നേരെ വിരൽ ചൂണ്ടുന്ന കിച്ചുവിലോട്ടാണ്. ഇത് ആരെങ്കിലും കിച്ചുവിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവൻ ഒരു കൗൺസിലിംഗ് കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അവന് സ്വന്തമായിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ എന്തോ അത് ശരിയല്ല. അവന് ഒരു ബോൾഡായിട്ട് സ്റ്റാൻഡായിട്ട് നിന്ന് അവന്റെ സ്റ്റാൻഡ് പറയാൻ അവനൊരു മടിയുണ്ട്. അത് മാറ്റിയെടുക്കണം. അപ്പൊ കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരും കൊല്ലം വീട്ടുകാരാണെങ്കിലും അവനെ എനിക്കെന്തോ അത്ഭുതമായിട്ടോ. ഈ കൊച്ചി ഇത്രയൊക്കെ ട്രോമയിലൂടെ ഒക്കെ കടന്നു പോയിട്ട് ഇത്രയും ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ട് എന്നാലും അവൻ അവന്റെ ബ്രദറിനെ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അവൻ ആ രീതിയിൽ മോശമായിട്ട് പോയില്ലല്ലോ. അതൊക്കെ വളരെ ഒരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. എന്തറിഞ്ഞിട്ട് പരത്തറി വിളിക്കും? നമ്മളാരും പരത്തറി ഒന്നും വിളിച്ചില്ല. ഇനി അവക്ക് ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ പരത്തറി വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, മക്കൾ ആ ഫോൺ ഉപയോഗിക്കണ്ട, അതേപടി ഓഫ് ആക്കി വെച്ചിരിക്കുന്നു. അവൻ കള്ളത്തരൊന്നും പറഞ്ഞില്ലല്ലോ. അവന്റെ ലൈഫ് സ്റ്റോറി, അവൻ അനുഭവിച്ച കാര്യങ്ങൾ കിച്ചു വന്നിട്ട് പറഞ്ഞു. അതിലെന്ത് അപരാധമാണ് ഉള്ളത്? ഒരപരാധവുമില്ല. അത് കേൾക്കുന്ന ആർക്കും ഒരു മനസ്സലിയുന്ന കാര്യങ്ങൾ. ഈ കൊച്ചി ഈ ഒരു ലെവലിലാണോ കടന്നു പോയിട്ടുള്ളത്? അപ്പൊ അപ്പോഴാണ് നീയും നിന്റെ കെട്ടിയൻ സുധിയും എത്രമാത്രമാണ് ആ കൊച്ചിനോട്. സുധിയും ഇതിനകത്തൊരു വലിയ വളരെ ഏറ്റവും നമ്പർ 1 എലമെന്റ് സുധിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. അയാൾ നല്ലൊരു അച്ഛനായിരുന്നില്ല, നല്ലൊരു ഭർത്താവായിരുന്നില്ല, നല്ലൊരു മകനായിരുന്നില്ല, അയാൾ ഒന്നുമല്ലായിരുന്നു. കുറച്ച് കോമഡികൾ ചെയ്തു, അത് മാത്രം. ജീവിതത്തിൽ അയാൾ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ഐറ്റം ആയിരുന്നു. അപ്പം ആ ഒരു കൊച്ചിന് 2, 3, 4 അമ്മമാര്, ഒരച്ഛൻ, ആ കൊച്ച് ചുറ്റുപാട് അനുഭവിച്ചു വന്ന കാര്യങ്ങൾ, അതൊക്കെ ആ ഒരു ചെറുക്കൻ കൊച്ച് ഈ സമയത്തെങ്കിലും തുറന്നു പറഞ്ഞാണോ കുറ്റം? നീ എന്തിനാ രേണു ഇങ്ങനെ പേടിക്കുന്നത്? നീ പേടിക്കേണ്ടവളൊന്നും അല്ല. ഇങ്ങനെ നീ ചുമ്മാ ഈ നിസ്സാര കാര്യങ്ങൾക്കൊന്നും പേടിക്കരുത്. അപ്പം എന്തായാലും നീ 2-3 ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നേ പറ്റുള്ളൂ. എന്താണെന്നറിയോ? അന്ന് ആ ബില്ല് മാറിയ കേസിട്ട് ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ ഒരു ബില്ല് നിന്റെ അച്ഛൻ, തങ്കച്ഛൻ ആ കൊച്ചിന് കൊണ്ട് കൊടുത്ത ഒരു ബില്ല്. പിന്നെ എന്തുകൊണ്ടാണ് പള്ളിയിൽ അടക്കാനായിട്ട് ഇത്ര നിർബന്ധം പിടിച്ചത്? ആ 2 കാര്യത്തിന് നീ ഉത്തരം തന്നേ പറ്റുള്ളൂ എന്താണെങ്കിലും. അപ്പം ഇതൊക്കെയാണ് വീഡിയോ കാര്യങ്ങള്. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ലെന്ത് കൂടുകയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു എന്താണെങ്കിലും തെറിയാണെങ്കിൽ തെറി, അതാണെങ്കിലും കുഴപ്പമില്ലല്ലോ, നമുക്കറിയാലോ. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുവരെ ബൈ.